ഇത്രയും വിലയുള്ള മരുന്നുകളോ? അതും ഒരു 2 ദിവസത്തേക്ക്? അതൊന്നും സാരമില്ല മോളെ. അറിവിനേക്കാളും ആരോഗ്യത്തെക്കാളും ഈ ലോകത്ത് മറ്റൊന്നുമില്ല. വിട്ടേക്കും. അച്ഛാ, ഇതെന്താ അച്ഛന്റെ ബിപിയുടെ മരുന്ന് കഴിഞ്ഞോ? എന്നാ വല്യമ്മയ്ക്ക് വാങ്ങിക്കുമ്പോ ഇതും കൂടെ വാങ്ങിച്ചോ. ഏയ് അതൊന്നും വേണ്ട മോളെ. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാര് നമ്മളെ കൊള്ളയടിക്കും. അവരുടെ ലാഭം ചേർത്ത് അവര് വാങ്ങുന്നത്. തൽക്കാലം ചേട്ടത്തിയുടെ മരുന്നല്ലേ ആവശ്യം, അത് വാങ്ങാം. എന്റെ ബിപിയുടെ ഗുളികയല്ലേ ഇത്, നമ്മുടെ വീട്ടിനടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ നിന്ന് വാങ്ങാം. സാരമില്ല മോളെ. ഇനിയിപ്പോ അവിടം വരെ പോകാൻ ഒരുപാട് ദൂരമില്ലേ? അത് മാത്രമല്ല, ഇപ്പൊ എന്തൊരു ചൂടാ. എന്തായാലും ഇപ്രാവശ്യത്തേക്ക് ഈ ഗുളിക ഇവിടുന്ന് തന്നെ വാങ്ങിക്കാം പ്ലീസ്. ശരി. ഹലോ. ഹലോ കാവ്യ. അതെ ഡോക്ടർ. കുറച്ചു നാൾ മുമ്പ് എന്നോട് കാവ്യ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതെ അതെ. ഒരു റിക്വയർമെന്റ് വന്നിട്ടുണ്ട്. നിനക്ക് ഉടൻ ജോയിൻ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, ആക്ച്വലി എനിക്ക് ജോലി വളരെ അത്യാവശ്യം. കാവ്യ, ഇത് ഒരു പേഷ്യന്റിന്റെ ടേക്ക് കെയർ സർവീസ് ആണ്. ഗുലാബ് മാൻഷനിലുള്ളതാ. ഗുലാബ് മാൻഷനോ? അതെ കാവ്യ, തരക്കില്ലാത്ത കാശ് കിട്ടും. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയേ. എത്രയും പെട്ടെന്ന് പറയണം. നിന്റെ കോളിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. അല്ലെങ്കിൽ തന്നെ വല്യമ്മയ്ക്ക് ആ വീടിന്റെ കാര്യം, ഇഷയുടെ കാര്യം ഒന്നും പറയുന്ന ഇഷ്ടമല്ല. ഈ അവസ്ഥയിൽ ഇപ്പോ അവിടെ തന്നെ ജോലിക്ക് ഇതെങ്ങാനും വല്യമ്മ അറിഞ്ഞാ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്തോ. സാർ 1700 രൂപ. 1700. അല്ല, ഇതിപ്പോ ഈ ബിപിയുടെ ഗുളിക ഒഴിവാക്കുകയാണെങ്കിൽ ഒരു 1500-നകത്ത് നിൽക്കും. എന്നാ പിന്നെ ഇതിപ്പോ വേണ്ട. ഇതാ സാർ. താങ്ക് യു. ഇനി മതി. ഇനി ഒരിക്കലും അച്ഛന് പൈസ ഇല്ലാത്തോണ്ട് മരുന്ന് വാങ്ങാതിരിക്കേണ്ടി വരില്ല. ഞാൻ ഈ ജോലിക്ക് പോയിരിക്കും. ആ ദിവ്യക്ക് വട്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. തണുത്ത കാറ്റുകിട്ടിയെ കുറിച്ച് സുഖമാവും തോന്നുന്നു. जुदा रहते हैं दोनों ही साथ साथ, पर लंबी है दूरियां, है दूरियां। तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ। അത് പിന്നെ ഞാൻ ജനാല തുറന്നപ്പോ കാറ്റടിച്ച് ദുപ്പട്ട പറന്നതാ. അത് തിരിച്ചു വെച്ചെന്നുള്ളൂ, വേറൊന്നുമില്ല. നിന്റെ ഭാര്യയല്ലേ നീ? നീ എന്ത് ചെയ്താ എനിക്കെന്താ? നീ എന്തോ ചെയ്യും? ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്തോ. പനി കാരണം വിറയ്ക്കുമല്ലേ? അയ്യോ നിക്ക് പോലെ. എങ്ങോട്ടാ പോന്നെ? ഒന്ന് ചെയ്തു കൊടുക്ക് പ്ലീസ്. ഞാൻ എങ്ങനെയാ? സാധാരണ അമ്മയ്ക്ക് എന്നെ കണ്ട നില തെറ്റാറാണ് പതിവ്. ഇന്നെന്താ ബിപിക്ക് പ്രശ്നമൊന്നുമില്ലേ? എന്തിനാണാവോ എന്നെ ഇപ്പൊ വിളിച്ചു വരുത്തിയത്? എടീ, നിനക്ക് എന്നെ ഒരു ഓർമ്മയില്ലായിരുന്നോ? നിനക്ക് ഒറ്റയ്ക്കിങ് ഇറങ്ങി പോരായിരുന്നില്ലേ? എന്നെ കൊണ്ട് ആപ്പിള് കഴിപ്പിച്ചോ, അതും സ്വന്തം കൈകൊണ്ട്? ഇത് സത്യമല്ല, ഞാനെന്തോ സ്വപ്നം കണ്ടോണ്ടിരിക്കുക. ദേ നോക്ക്, ഈ മോതിരം ഉണ്ടല്ലോ,
എന്റെ വല്യമ്മ എനിക്ക് സമ്മാനമായിട്ട് തന്നതാ. എന്തുകൊണ്ടാന്നറിയില്ല, എനിക്കിത് നിനക്ക് തരാനാ തോന്നുന്നത്. കൈ കാണിച്ചേ. ഇന്ന് മുതല് ഇത് നിന്റേതാ. നന്നായിട്ടില്ലേ? ഇപ്പൊ ശരിക്കും തല അടങ്ങുന്നുണ്ട്. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുമില്ല, ഭക്ഷണം കൊണ്ടുവന്നിട്ടുമില്ല. എന്നിട്ടും സ്വർഗത്തിലെ മാലാഖയെ പോലെ എന്നോട് നന്നായിട്ട് പെരുമാറുന്നു. ഇനിയിപ്പോ ഡോക്ടർ എങ്ങാനും ഇവരുടെ കാൽമുട്ടിനൊപ്പം തലയ്ക്കകത്ത് വല്ല ഓപ്പറേഷനും ചെയ്തോ? എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. നിന്നെ പോലൊരു മരുമോളെ ഭഗവാൻ എല്ലാവർക്കും കൊടുക്കട്ടെ. അല്ല മോണിക്ക, ഞാൻ അഡ്മിറ്റ് ആയതിനു ശേഷം വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? ഞാൻ അറിയാത്ത മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അമ്മേ, എന്താ ഈ പറയുന്നത്? ഭർത്താവിന്റെ അമ്മയെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് മരുമോളുടെ കടമയല്ലേ? ആ കടമയ്ക്ക് പ്രതിഫലം ആഗ്രഹിക്കുന്നത് വലിയ പാപമാണമ്മേ, പാപം. ഈ പാപം എനിക്ക് ചെയ്യാൻ പറ്റില്ല അമ്മേ. ഇവള് എന്ന് മുതലാ ഇത്ര പുണ്യാളത്തി ആയത്? പുറത്ത് കാക്ക മലന്ന് പുറക്കുന്നോ എന്തോ. ഒരു തല്ലിപ്പൊളി മോതിരം തന്നിട്ട് മോണിക്കെ വിലയ്ക്ക് വാങ്ങിക്കാൻ നോക്കാം. നിങ്ങളെ പീറ മോതിരത്തെക്കാളും വിലയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടും. അതിനെ ഞാൻ വാതുറക്കാതിരുന്നാ മതി. ഇതാ ഇത് വെച്ചോളൂ. വല്യമ്മയുടെ അസുഖങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ വീട്ടിലേക്ക് തിരിച്ചു വരട്ടെ. അതുവരെ ഒന്നും പറയരുത്. അയ്യോ അനിയ, അതിന് ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അല്ലെങ്കിലും അമ്മയുടെ മുമ്പ് വെച്ച് ഇഷിയുടെ കാര്യം പറഞ്ഞിട്ട് എനിക്കെന്താ പ്രയോജനം? എന്നാലും സാരമില്ല, എന്തായാലും നീ തന്നതല്ലേ, ഞാൻ കൈവയ്ക്കാം. അമ്മേ, ഇതാ ഇത് കഴിച്ചോളൂ. ഞാനിന്ന് കൈ കഴുകിയിട്ട് വരാം. ഓഹോ, ഇപ്പോഴാ മനസ്സിലായത്. എന്തുടായ്പും കളിക്കാൻ അറിയാവുന്ന ഈ മോണിക്ക ഇത്രയും വിദഗ്ധമായി എങ്ങനെയാ കളിക്കുന്നതെന്ന് ഇപ്പോഴാ മനസ്സിലായത്. അപ്പോഴെന്തോ ഉണ്ട്, എന്തോ ഇവള് മറച്ചു പിടിക്കുന്നുണ്ട്. അത് ഉറപ്പാ. എടാ ചക്കര മോനെ, ഇങ്ങ് വന്നേ. നീ മുത്തശ്ശിയുടെ അടുത്തൊന്നും വരില്ലേ? ഇങ്ങി വാ വാ, ഓടിവാ ഓടിവാ. ഈയിടെ നീ മുത്തശ്ശിയോട് പൈസയൊന്നും ചോദിക്കുന്നില്ലല്ലോ. ദാ ഇന്നാ, സ്കൂളിന്റെ പുറത്ത് ആ കുൽഫി ഐസ്ക്രീംകാരൻ ഇപ്പോഴും വരാറില്ലേ? അത് വാങ്ങി കഴിക്കേ. അയാള് ദിവസം വരാറുണ്ട്. ഇതിപ്പോ ഒരു ദിവസം കഴിക്കാനുള്ള പൈസയുള്ളൂ. അയ്യോടാ, അത് സാരമില്ല. ഇന്ന് മുതൽ ഞാൻ നിനക്ക് ദിവസം 20 രൂപ വെച്ച് തരാം. അതുപോലെ. പക്ഷെ പകരം മുത്തശ്ശി ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയണം. അപ്പോഴേ മോനെ, മുത്തശ്ശിയോട് പറ, നിന്റെ അമ്മയുടെ ഇടുപ്പിൽ ഒരു അരഞ്ഞാണം കണ്ടല്ലോ, അതെവിടുന്നാ? ആരാ കൊണ്ടുവന്നേ? മുത്തശ്ശിയോട് എന്താ ഒളിക്കുന്നത്? അത് പറ മോനെ. അങ്ങനെ കൈക്കൂലി തന്ന് പറ്റിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഏക്കില്ല മുത്തശ്ശി. എന്റെ ഭഗവാനെ, ഞാനോലും പത്തി വിടർത്താൻ തുടങ്ങിയോ? എന്റെ കാലിന്റെ ഓപ്പറേഷനാ കഴിഞ്ഞത്. കൈക്ക് ഒരു കുഴപ്പമില്ല. ഒന്ന് തന്നാലുണ്ടല്ലോ, നീ തറയെ കടന്ന് ഉരുളും. മര്യാദ പറഞ്ഞടാ. പറയാൻ കല്യാണം, സൂരജ് ചാച്ചന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണോ? സൂരജിന്റെ കല്യാണം കഴിഞ്ഞു?